എല്ലാവർക്കും നമസ്കാരം. രാമായണം ആരണ്യകാണ്ഡത്തിലേക്ക് കടക്കുന്നു. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്ന് നമുക്ക് സഹോദര സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് രാമായണത്തിനെ എടുക്കാം. അമ്മമാർ വ്യത്യസ്തമാണെങ്കിലും സഹോദരന്മാർ തമ്മിലുള്ള ഐക്യവും ധർമ്മവും സത്യവും പാലിക്കുന്നതിന് വേണ്ടിയിട്ടും അവർ എടുക്കുന്ന ശ്രമങ്ങളും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഭരതനെ സമാധാനപ്പെടുത്തി അയോധ്യയിലേക്ക് തിരിച്ചയച്ച് രാമലക്ഷ്മണന്മാരും സീതയും ദണ്ഡകാരണ്യത്തിലേക്ക് കടക്കുകയാണ്. ഇനി നമുക്ക് ദണ്ഡകാരണ്യത്തിലൂടെ സഞ്ചരിക്കാം. ചില വൃദ്ധമുനിമാരുടെ ആതിഥ്യം സ്വീകരിച്ച് അവരോടൊത്ത് ഒരു രാത്രി കഴിച്ചിട്ട് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ദണ്ഡകാരണ്യാന്തർഭാഗത്തിൽ എത്തിച്ചേർന്നിട്ട് അധിക സമയം കഴിയുന്നതിന് മുമ്പ് അവർ ഒരു ഭീകര രാക്ഷസന്റെ മുമ്പിൽ ചെന്നുപെട്ടു. ബീഭത്സനും ഘോരദർശനനും വിരാധനാമാവുമായ അവൻ ഉടുത്തിരുന്ന പുലിത്തോലിൽ ജന്തുക്കളുടെ മജ്ജയും രക്തവും പുരണ്ടിട്ടുണ്ടായിരുന്നു. 3 സിംഹങ്ങളെയും 4 പുലികളെയും 2 ചെന്നായ്ക്കളെയും 10 പുള്ളിമാനുകളെയും ഒരു ആനത്തലയെയും കോർത്തിരുന്ന ഭയാനകമായ ഒരു ഇരുമ്പ് ശൂലമാണ് അവൻ പിടിച്ചിരുന്നത്. ഉച്ചത്തിൽ അലറിക്കൊണ്ട് പാഞ്ഞു വന്ന് സീതയെ പിടിച്ചു വെച്ചുകൊണ്ട് അവൻ ഇടിവെട്ടും പോലുള്ള ശബ്ദത്തിൽ ശ്രീരാമനോട് ചോദിച്ചു: ജടയും മരവുരിയും ധരിച്ച് ആയുധമേന്തി ഈ ദണ്ഡകാരണ്യത്തിൽ കടന്നു വന്ന നിങ്ങൾ ആരാണ്? സീതയെ മോചിപ്പിച്ച് രാക്ഷസനെ വധിക്കുന്നതിന് മുമ്പ് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയണമെന്ന ഉദ്ദേശത്തോടുകൂടി ശ്രീരാമൻ താനും ഭാര്യയും അനുജനും ആരൊക്കെയാണെന്ന് അറിയിച്ചിട്ട് അവൻ ആരെന്ന് ആരാഞ്ഞു. രാക്ഷസൻ പറഞ്ഞു: ജയന്റെയും ശതഹൃദയുടെയും ഔരസപുത്രനായ വിരാധനാണ് ഞാൻ. ബ്രഹ്മദേവനിൽ നിന്ന് ഞാൻ വരങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഈ സ്ത്രീയെ എനിക്ക് വിട്ടു തന്നിട്ട് നിങ്ങൾ വന്ന വഴിക്ക് പോയിക്കൊള്ളാമെങ്കിൽ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും കൊല്ലാതിരിക്കാം. ശ്രീരാമൻ ജഡതിയിൽ വില്ല് കുലച്ച് തൊടുത്തുവിട്ട 7 അമ്പുകൾ വിരാധന്റെ ശരീരത്തിൽ താഴ്ന്ന മുറിവുകളെ ഏൽപ്പിച്ച് രക്തം ധാരധാരയായി ഒലിപ്പിച്ചിറക്കി. വിരാധൻ സീതയെ കൈവിട്ട് കരാളമായ ശൂലമോങ്ങി ഗർജിച്ചുകൊണ്ട് പാഞ്ഞു വരുന്നത് കണ്ട് ശ്രീരാമനും ലക്ഷ്മണനും വാളുകളെടുത്ത് വെട്ടിയെങ്കിലും നിശ്ചിത ഫലം ഉളവായില്ല. പർവ്വതാകാരനായ നിശാചരൻ ഇരുവരെയും പിടിച്ചെടുത്ത് ഉയർത്തി ഓടിത്തുടങ്ങിയപ്പോൾ രാമലക്ഷ്മണന്മാർ സർവ്വശക്തികളും ഉപയോഗിച്ച് നടത്തിയ ഖഡ്ഗപ്രയോഗം അവന്റെ 2 കൈകളെയും ഖണ്ഡിച്ച് നിലത്ത് വീഴ്ത്തി. നിസ്സഹായനായി തീർന്ന ആ അവസരത്തിൽ പൂർവ്വസ്മരണയുണ്ടായ വിരാധൻ ശ്രീരാമനോട് പറഞ്ഞു: അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. പൂർവ്വജന്മത്തിൽ തുമ്പുരു എന്ന ഗന്ധർവനായിരുന്ന ഞാൻ കുബേരശാപത്താൽ രാക്ഷസനായി തീരുകയാണുണ്ടായത്. ദാശരഥിയായ ശ്രീരാമൻ എന്നെ വധിക്കുമ്പോൾ എനിക്ക് വീണ്ടും ഗന്ധർവരൂപം സിദ്ധിക്കും എന്ന ശാപമോക്ഷവും കുബേരൻ നൽകിയിരുന്നു. ഇവിടെ നിന്ന് 1.5 കാതത്തിനപ്പുറം ശരഭംഗ മഹർഷിയുടെ ആശ്രമമുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടാൽ വളരെ പ്രയോജനമുണ്ടാകും. എൻ്റെ മൃതശരീരം നിങ്ങൾ കുഴിച്ചു മൂടിയിട്ട് വേണം ശരഭംഗാശ്രമത്തിലേക്ക് പോകുവാൻ. നിങ്ങൾക്ക് സർവമംഗളങ്ങളും ഉണ്ടാവട്ടെ. രാക്ഷസ രൂപമാർന്നിരുന്ന ഗന്ധർവന്റെ അന്തിമാഭിലാഷം സാധിപ്പിച്ചിട്ട് ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ശരഭംഗാശ്രമത്തെ സമീപിച്ചപ്പോൾ ഒരു അദ്ഭുത ദൃശ്യം കാണാനിടയായി. പച്ച നിറം പൂണ്ട അശ്വരത്നങ്ങൾ പൂട്ടിയതും തരുണാദിത്യപ്രഭ ചിതറുന്നതുമായ ദേവേന്ദ്രരഥം അല്പം മുകളിലായി ആകാശത്ത് സ്ഥിതി ചെയ്യുന്നു. താഴെയായി ശോഭയേറിയ വെൺപട്ടു വസ്ത്രങ്ങൾ ധരിച്ചും വർണ്ണോജ്വലങ്ങളായ ദിവ്യാഭരണങ്ങൾ അണിഞ്ഞും നാഗീയ പ്രൗഢി പ്രദർശിപ്പിച്ചും സ്വർഗാധിനാഥനായ ദേവേന്ദ്രൻ ശരഭംഗ മഹർഷിയുമായി സംസാരിച്ചു നിൽക്കുന്നു. തന്നെ ശ്രീരാമൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ അമർന്ന സ്വരത്തിൽ ശരഭംഗനോട് പറഞ്ഞു: മഹർഷേ, എന്നോട് സംസാരിക്കാതെ തന്നെ ശ്രീരാമൻ തനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കൊള്ളട്ടെ. ലോകത്ത് മറ്റൊരാൾക്കും സാധ്യമാവാത്ത പല കൃത്യങ്ങളും ശ്രീരാമന് അനുഷ്ഠിക്കാനുണ്ട്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടുകൊള്ളാം. തുടർന്ന് ദേവേന്ദ്രൻ മഹർഷിയോട് തിടുക്കത്തിൽ യാത്ര പറഞ്ഞ് ആകാശസ്ഥിതമായ രഥത്തിൽ കയറി അതിവേഗത്തിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു മറഞ്ഞു. അല്പനേരത്തിനകം ആശ്രമത്തിൽ എത്തിച്ചേർന്ന ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും സ്നേഹാദരങ്ങളോടെ സ്വീകരിച്ചിരുത്തി കുശലപ്രശ്നം ചെയ്തതിനു ശേഷം ശരഭംഗൻ പറഞ്ഞു: രാമ, എന്നെ ബ്രഹ്മലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ദേവേന്ദ്രൻ. എന്നാൽ ഇഷ്ടാതിഥിയായ അങ്ങയെ കാണാതെ ബ്രഹ്മലോകം പ്രാപിക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല. ഞാൻ തപസ്സുകൊണ്ട് നിത്യസല്ലോകങ്ങൾ നേടിയിട്ടുണ്ട്. അവയെല്ലാം അങ്ങ് സ്വീകരിക്കുക. ഈ കാട്ടിൽ പാർക്കുന്ന സുതീഷ്ണ മുനിയെ ചെന്ന് കണ്ടാൽ അദ്ദേഹം പാർപ്പിടം കാണിച്ചു തരും. ഈ നദിയുടെ പ്രവാഹഗതി പിന്തുടർന്നാൽ സുതീഷ്ണാശ്രമത്തിൽ എത്താം. ഇനിയിപ്പോൾ സർപ്പം തൊലി കഴറ്റുന്നത് പോലെ ഞാൻ ഈ ശരീരം ഉപേക്ഷിച്ച് ബ്രഹ്മലോകത്ത് പോകട്ടെ. അത്രയും പറഞ്ഞ് ശരഭംഗൻ ചിതയൊരുക്കി അഗ്നി കൊളുത്തി മന്ത്രപൂർവകം അതിൽ പ്രവേശിച്ച് ഉത്തരക്ഷണത്തിൽ കുമാരരൂപം ധരിച്ചുയർന്ന് അതിവേഗത്തിൽ ബ്രഹ്മലോകത്ത് എത്തിച്ചേർന്നു.
ശ്രീരാമനെ കണ്ട് തങ്ങൾക്കുള്ള സ്നേഹബഹുമാനങ്ങൾ അറിയിക്കുവാൻ ശ്രീരാമനോട് അതിപ്രധാനമായ ഒരു അഭ്യർത്ഥന സമർപ്പിക്കുവാൻ മഹർഷിമാരുടെ ഒരു സംഘം തന്നെ വരികയായി. ദണ്ഡകാരണ്യത്തിൽ തങ്ങൾക്ക് തപോവിഘ്നവും പ്രാണഭയവും നേരിടേണ്ടി വരുന്നുണ്ടെന്നും അവയ്ക്ക് നിവാരണമാർഗം കണ്ടുപിടിക്കുവാൻ കഴിവുള്ളയാൾ ശ്രീരാമൻ മാത്രമാണെന്നും പറഞ്ഞിട്ട് അവർ അവിടുത്തെ സ്ഥിതിഗതികളുടെ രൂപം നൽകി. കാനന മധ്യത്തിൽ തപസ്സു ചെയ്യുന്ന മോക്ഷപ്രാർത്ഥികളെ സംരക്ഷിക്കുക എന്ന കർത്തവ്യം ശ്രീരാമനാണെന്നറിഞ്ഞത് അവർ അദ്ദേഹത്തെ തങ്ങളുടെ ആശാകേന്ദ്രമാക്കിയിരിക്കുകയാണ്. ശിക്ഷാഭയം കൂടാതെ അവർക്ക് ദേഹോപദ്രവം ചെയ്യുകയും പലപ്പോഴും അവരെ പിടിച്ചുകൊന്ന് മാംസം ഭക്ഷിക്കുകയും പതിവാക്കിയിരിക്കുന്ന ക്രൂര രാക്ഷസന്മാരുടെ ശല്യം ഇല്ലാതാക്കണം. അതിന് കഴിവുള്ള ഏക പുരുഷനായ ശ്രീരാമൻ രാക്ഷസന്മാരെ ഇല്ലായ്മ ചെയ്ത് നിരുപദ്രവികളും ശരണാഗതന്മാരുമായ മഹർഷിമാരെ രക്ഷിക്കണം. ആശ്രിതവത്സലനായ ശ്രീരാമൻ അവരെ സമാധാനപ്പെടുത്തി. മഹാത്മാക്കളെ, ഞാൻ തൻ കാര്യത്തിന് വേണ്ടിയാണ് വനവാസം സ്വീകരിച്ചത്. എൻ്റെ വനവാസം നിങ്ങളുടെ രക്ഷയ്ക്ക് കൂടി ഉതകുകയാണെങ്കിൽ ഞാൻ ഭാഗ്യവാനായി. ലക്ഷ്മണന്റെ സഹായത്തോടെ ഞാൻ ദുഷ്ടരാക്ഷസന്മാരെ ഇല്ലായ്മ ചെയ്യും. കൃതജ്ഞാഭരിതമായ താപസോത്തമന്മാരോട് വിട പറഞ്ഞ് വീണ്ടും വനസഞ്ചാരത്തിനിറങ്ങിയ രാമസീതാ ലക്ഷ്മണന്മാർ അടുത്തതായി തങ്ങിയത് സുധീഷ്ണ മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു. സുധീഷ്ണൻ പറഞ്ഞു, രാമ, അങ്ങയുടെ സകല വിവരങ്ങളും ഞാൻ തപശക്തി കൊണ്ട് മുമ്പിനാലേ അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ആഗമനം മൂലം ഞാൻ കൃതാർത്ഥനും എൻ്റെ ആശ്രമം സനാഥവുമായിരിക്കുന്നു. അങ്ങ് പത്നിയോടും സഹജനോടും കൂടെ ഇവിടെ കുറേ കാലം താമസിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം സാധിപ്പിക്കാമെന്നേറ്റും തിരിച്ചു വരാമെന്ന് വാക്കുകൊടുത്തും ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഋഷിമാരുടെ ആശ്രമങ്ങൾ സന്ദർശിക്കുന്നതിനും വനഭംഗികൾ ആസ്വദിക്കുന്നതിനുമായി വീണ്ടും ഇറങ്ങിത്തിരിച്ചു. ഈശ്വര സാക്ഷാത്കാരത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച തപോധനന്മാരെ കണ്ടു വന്ദിക്കുമ്പോഴും ജപഹോമ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് പരിപാവനമായ ആശ്രമാന്തരീക്ഷത്തിൽ കഴിയുമ്പോഴും 3 പേർക്കും അവാച്യമായൊരു ആത്മീയ ശാന്തി ലബ്ധമായി. പൂത്തുലഞ്ഞു നിൽക്കുന്ന വള്ളികളും നിർമ്മല ജലം നിറഞ്ഞൊഴുകുന്ന പുഴകളും ആകാശത്ത് തലയുയർത്തി നിൽക്കുന്ന പർവ്വതനിരകളും പച്ചില ചാർത്ത് നാലുപാടും പരത്തി തിങ്ങിഞ്ഞെരുങ്ങുന്ന വൃക്ഷസഞ്ചയങ്ങളും അവരുടെ നയനങ്ങൾക്ക് വിരുന്നേകി. പതഞ്ഞൊഴുകുന്ന അരുവികളുടെ മർമ്മര ശബ്ദവും മുരണ്ടുകൊണ്ട് പൂക്കളിൽ നിന്ന് തേനുണ്ട് മണ്ടി നടക്കുന്ന വണ്ടുകളുടെ ചങ്കാരവും പാറിപ്പറക്കുന്ന പലതരം പക്ഷികളുടെ കളകൂജനങ്ങളും അവരുടെ കർണങ്ങളിൽ പീയൂഷം നിറച്ചു. അതിനിടയ്ക്ക് ഒരിക്കൽ സീത ശ്രീരാമനോട് പറഞ്ഞു, പ്രാണനാഥ, ഞാൻ അങ്ങയെ ഉപദേശിക്കുകയോ പഠിപ്പിക്കുകയോ അല്ല, ഓർമ്മിപ്പിക്കുകയോ മാത്രമാണ് ചെയ്യുന്നത്. അങ്ങ് ആയുധധാരിയായി സഞ്ചരിക്കുന്നത് എനിക്ക് സംതൃപ്തി നൽകുന്നില്ല. തീയുടെ അടുത്തിരിക്കുന്ന ഉണക്കവിറകിന് എന്ന പോലെ ആയുധം കൈവശമുള്ള യോദ്ധാവിന് വീര്യം കൂടും. യാതൊരു തെറ്റും ചെയ്യാത്ത രാക്ഷസാദികളെയും അങ്ങ് വധിച്ചെന്നു വരും. അങ്ങ് കാട്ടിൽ വന്നത് മുനിചര്യ അനുവർത്തിക്കുവാൻ വേണ്ടിയാണ്. അയോധ്യയിൽ മടങ്ങിച്ചെന്നതിന് ശേഷം ക്ഷത്രിയധർമ്മം ആചരിക്കുന്നതാണ് നന്ന്. സ്ത്രീ ചാപല്യം കൊണ്ടായിരിക്കാം ഞാൻ ഇത്രയും പറഞ്ഞു പോയത്. അങ്ങേക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യാൻ അധികാരമുണ്ടല്ലോ. ധർമ്മപത്നിയുടെ സ്നേഹാദര പുരസ്സരമായ അഭിപ്രായ പ്രകടനത്തിൽ അസന്തുഷ്ടിക്ക് പകരം അഭിനന്ദനം തോന്നിയ ശ്രീരാമൻ പ്രതിവചിച്ചു. സീതേ, വംശമാഹാത്മ്യവും ധർമ്മബോധവുമാണ് നിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചത്. എന്നാൽ ഒന്നുണ്ട്, ശരണാഗതരായ മഹർഷിമാരുടെ അഭ്യർത്ഥന അംഗീകരിക്കാതെ എനിക്ക് നിവൃത്തിയുണ്ടാവുകയില്ല. അവർക്ക് സംരക്ഷണം നൽകാമെന്ന് ഞാൻ ഏൽക്കുകയും ചെയ്തു. പ്രതിജ്ഞാലംഘനമെന്ന പാപം ഞാൻ ചെയ്യുകയില്ല. അതേസമയം എന്നോടുള്ള സ്നേഹവും ഭക്തിയുമാണ് നിന്റെ അഭിപ്രായത്തിലൂടെ തെളിഞ്ഞതെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. പുനരാരംഭിക്കപ്പെട്ട സഞ്ചാരം സൂര്യാസ്തമനത്തോടുകൂടി അതിവിശാലവും നയനമോഹനവുമായ ഒരു സരസിന്റെ തീരത്തിൽ അവസാനിച്ചു. സരസിനുള്ളിൽ നിന്ന് ശ്രവണമധുരമായ ഗാനങ്ങൾ ഒഴുകി വരികയും ഗായകരെ ഒരിടത്തും കാണാതിരിക്കുകയും ചെയ്തപ്പോൾ ആശ്ചര്യപരതന്ത്രനായി തീർന്ന ശ്രീരാമൻ അനുഗമനം ചെയ്തിരുന്ന ഒരു മുനിയോട് കാരണം അന്വേഷിച്ചു. മുനി പറഞ്ഞ ശ്രീരാമലക്ഷ്മണന്മാരും സീതയും ഗാനങ്ങളുടെയും ഗായകരുടെയും വിവരങ്ങൾ മനസ്സിലാക്കി. മാണ്ഡുകർണി എന്ന നാമധേയമുള്ള ഒരു മഹാതാപസൻ കഠിന തപം കൊണ്ട് സൃഷ്ടിച്ച പഞ്ചസരസ് എന്ന പേരായ സരസാണിത്. അദ്ദേഹം 10,000 സംവത്സരം ആ സരസിൽ കിടന്ന് വായുഭക്ഷണം കഴിച്ച് ഉഗ്രതപസ് അനുഷ്ഠിക്കുകയുണ്ടായി. ദേവത്വമാണ് അദ്ദേഹത്തിന്റെ പരമലക്ഷ്യമെന്നറിഞ്ഞ ദേവന്മാർ അദ്ദേഹത്തിന്റെ മനസ്സ് ചഞ്ചലമാക്കി തപസ് മുടക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി 5 അപ്സരസുകളെ നിയോഗിച്ചു. ലാവണ്യവതികളായ അപ്സരസുകളുടെ പ്രലോഭനങ്ങൾക്ക് വശംവദനായി തീർന്ന മാണ്ഡുകർണി അവർ 5 പേരെയും ഭാര്യമാരിയാക്കി എന്ന് മാത്രമല്ല, അവർക്കായി പഞ്ചസരസിൽ അദൃശ്യമായ ഒരു രമ്യഹർമ്മ്യം തപോബലത്താൽ നിർമ്മിച്ചു നൽകുകയുണ്ടായി. അവരുടെ ഗാനമാധുരിയാണ് ഇപ്പോൾ സരസിന്റെ മധ്യത്തിൽ നിന്ന് 4 ദിക്കിലും പ്രസരിക്കുന്നത്. പ്രഭാതത്തിൽ സഞ്ചാരം തുടർന്ന ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഒരു ആശ്രമ സമുച്ചയത്തിൽ എത്തിച്ചേർന്നപ്പോൾ ആശ്രമങ്ങളിൽ വാസം ചെയ്യുന്ന മുനിമാരുടെ ആതിഥ്യം സ്വീകരിച്ച് മാറി മാറി താമസിക്കുവാൻ ഒരുക്കമായി. ഒരാശ്രമത്തിൽ 12 മാസക്കാലം, ഇനിയൊരാശ്രമത്തിൽ 8 മാസക്കാലം, ശേഷിക്കുന്ന ആശ്രമങ്ങളിൽ ഓരോന്നിലും വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങൾ. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കെ സംവത്സരങ്ങൾ 10 ഇഴഞ്ഞു നീങ്ങി.
പിന്നീടാണ് തപോധനന്മാരിൽ അഗ്രഗണ്യനും ദേവാദി ദിവ്യവർഗക്കാരാൽ പോലും അഭിവന്ദ്യനും തപശക്തി പ്രയോഗിച്ച് മഹാത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ളയാളുമായ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ ശ്രീരാമ സീതാലക്ഷ്മണന്മാർ എത്തിച്ചേർന്നത്. അർഘ്യപാദ്യാദികൾ കൊണ്ട് ആദരണീയരായ അതിഥികളെ സ്വീകരിച്ച് കുശലപ്രശ്നം നടത്തിയതിനു ശേഷം അഗസ്ത്യൻ ശ്രീരാമന് അനർഘങ്ങളായ സമ്മാനങ്ങൾ നൽകി. സ്വർഗശില്പിയായ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട അത്യുഗ്രചാപം, ബ്രഹ്മദേവനാൽ ദത്തമായ ഒരു അമോഘ സായകം, ഒരു കാലത്തും അമ്പൊടുങ്ങാത്ത 2 ആവനാഴികൾ, സ്വർണ്ണനിർമ്മിതമായ ഉറയിലുള്ള ഒരു കരവാളം എന്നിവയായിരുന്നു സമ്മാനങ്ങൾ. എല്ലാവർക്കും സുഖനിദ്രയിലെ നിശീതിനിയെ അനുഗമിച്ച പ്രഭാതത്തിൽ അഗസ്ത്യ മഹർഷി ചോദിച്ചു, ശ്രീരാമ, രാത്രി സുഖകരമാവുകയും എന്റെ ആശ്രമത്തിൽ വിശ്രമം ലഭിക്കുകയും ചെയ്തുവോ? വിനയാന്വിതനായ ശ്രീരാമൻ ഉത്തരം നൽകി, മഹർഷി, സംപൂജ്യന്മാരിൽ സംപൂജ്യനായ അങ്ങയുടെ ആതിഥേയത്വത്തിൽ പിതാവ് ദശരഥന്റെ കൊട്ടാരത്തിൽ അനുഭവിച്ച സംതൃപ്തിയും സൗഖ്യവും ഞങ്ങൾക്ക് കിട്ടി. അങ്ങയുടെ അതിഥികൾക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവം ഉണ്ടാവുകയില്ലല്ലോ. ശ്രീരാമന് അവാച്യമായ ധന്യതയേറിയ വാക്കുകളാണ് അപ്പോൾ അഗസ്ത്യ മഹർഷിയുടെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണത്. ദിവംഗതനായ ദശരഥ മഹാരാജാവ് പുണ്യം ചെയ്തയാളാണ്. കാരണം അങ്ങയെ സീമന്തപുത്രനായി അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായല്ലോ. അധികം താമസിയാതെ പ്രവേശിക്കുവാൻ പോകുന്ന ഘോര കാനനത്തിന്റെ ഭീകരതയെയും പൂർവ്വചരിത്രത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ അഗസ്ത്യൻ പറഞ്ഞ് ശ്രീരാമന് അറിവായി. വിന്ധ്യപർവ്വതത്തിന്റെ ദക്ഷിണപാർശ്വത്തിൽ സ്ഥിതി ചെയ്യുന്ന ദണ്ഡകാരണ്യം പണ്ടൊരു കാലത്ത് വർഷപാതം നിലച്ച് ശൂന്യമായി തീരുകയും ഭീകരന്മാരായ നിശാചര വൃന്ദങ്ങളുടെ വിഹാരരംഗമാവുകയും ചെയ്തിരുന്നു. പിൽക്കാലത്ത് ആ സ്ഥലത്ത് എത്തിച്ചേർന്ന അഗസ്ത്യ മഹർഷിയുടെ അഭ്യർത്ഥന അനുസരിച്ച് ഊഷരമായി കിടന്ന അവിടെ ദേവേന്ദ്രൻ മഴ പൊഴിച്ചതിന്റെ ഫലമായി ദണ്ഡകാരണ്യം വൃക്ഷലതാതി സമ്പൂർണമായി തീർന്നു. എങ്കിലും അവിടെ അങ്ങിങ്ങായി കഴിഞ്ഞുകൂടുന്ന മുനിമാർക്കും മറ്റും ക്രൂരരാക്ഷസന്മാരുടെ ഉപദ്രവം ഉണ്ടാകാറുണ്ട്. അത്രയും അറിയിച്ചിട്ട് അഗസ്ത്യ മഹർഷി പറഞ്ഞു, ശ്രീരാമ, അങ്ങ് രാക്ഷസ ശല്യം ഇല്ലായ്മ ചെയ്ത് ദണ്ഡകാരണ്യവാസികളെ സംരക്ഷിക്കണം. ഇവിടുന്ന് 2 യോജന അകലെയായി അതിമനോഹരവും സസ്യസമൃദ്ധവുമായ പഞ്ചവടി എന്ന പ്രദേശമുണ്ട്. ജ്യേഷ്ഠഭക്തനായ ലക്ഷ്മണനോട് പതിവ്രതാരത്നമായ സീതയോടും കൂടി അങ്ങ് കുറച്ചുകാലം പഞ്ചവടിയിൽ താമസിക്കണം. അങ്ങയുടെ വനവാസകാലത്തിന്റെ ഭൂരിഭാഗവും കഴിഞ്ഞിരിക്കുകയാണല്ലോ. എല്ലാം ശുഭമായി പര്യവസാനിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അഗസ്ത്യനെ വന്ദിച്ച് ആ മഹർഷി പങ്കവന്റെ അനുഗ്രഹാശിസ്സുകൾ വാങ്ങി ശ്രീരാമൻ അനുജനാലും പത്നിയാലും അനുഗതനായി പഞ്ചവടിയെ സമീപിച്ചപ്പോൾ വലിയൊരു പേരാൽ മരത്തിൽ പടുകൂറ്റനായ ഒരു കഴുകനിരിക്കുന്നത് കണ്ടു. കാമരൂപികളായ അരക്കന്മാരിൽ ആരെങ്കിലും തങ്ങളെ ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പക്ഷിരൂപം ധരിച്ചതാണോ എന്ന് സംശയിച്ച ശ്രീരാമൻ പക്ഷി ആരാണെന്ന് ചോദിച്ചു. ചോദ്യകർത്താവിനെ തൽക്ഷണം തിരിച്ചറിഞ്ഞ ഗൃദ്ധപ്രവരൻ പറഞ്ഞു, ശ്രീരാമ, ഞാൻ അങ്ങയുടെ പിതാവായ ദശരഥന്റെ ആത്മസുഹൃത്താണ്. അരുണന്റെ പുത്രനും സമ്പാദിയുടെ കനിഷ്ഠ സഹോദരനുമായ എന്റെ പേര് ജഡായു എന്നാണ്. നിങ്ങൾ മൂവരുടെയും അടുക്കലൊരിടത്ത് ഞാൻ ഇരുന്നു കൊള്ളാം. സഹായം ആവശ്യമായി വന്നാൽ ഞാൻ സന്തോഷത്തോടെ നൽകുകയും ചെയ്യാം. സ്നേഹസമ്പന്നനും മഹാത്മാവും താതസുഹൃത്തുമായ ഖഗേന്ദ്രനെ ഗാഠപരിരംഭണം ചെയ്തിട്ട് ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി പഞ്ചവടിയിൽ എത്തിച്ചേർന്നു. പുണ്യനദിയായ ഗോദാവരിയുടെ തീരത്ത് രമണീയമായ ഒരു സരസിന്റെ അടുത്ത് പുഷ്പവാഹിനികളായ തരുലതാദികളാൽ ചുറ്റപ്പെട്ട് ഒരിടത്ത് ലക്ഷ്മണൻ ഒരു പർണശാല കെട്ടിയുണ്ടാക്കി. 3 പേരുടെയും താമസത്തിനായിട്ട് സുഖസമ്പൂർണമായ നാളുകൾ കുറെ അവിടെ കഴിച്ചുകൂട്ടി. ശരൽക്കാലം ഹേമന്തകാലത്തിൽ വിലയം പ്രാപിച്ചു. മഞ്ഞു വർഷിക്കുകയും മധ്യാഹ്നത്തിൽ മാത്രം ചെറിയ ചൂടുണ്ടായിരിക്കുകയും രാവിലെ നീരാവി മൂടിയ പോലെ കാണപ്പെടുകയും മഞ്ഞു വീണ് നനഞ്ഞ പുൽപ്പരപ്പുകൾ ഇളവയിൽ തട്ടി ശോഭിക്കുകയും ചെയ്തതോടുകൂടി പ്രകൃതിയുടെ മട്ടാകെ മാറിയതായി തോന്നി. ഒരിക്കൽ ലക്ഷ്മണൻ ശ്രീരാമനോട് വികാരത്തോടെ പറഞ്ഞു, ജ്യേഷ്ഠ, എന്റെ മനസ്സ് സ്നേഹനിധിയായ ഭരതജ്യേഷ്ഠനെ വിട്ടു മാറുന്നില്ല. അങ്ങേക്ക് വേണ്ടി സർവ്വസുഖങ്ങളും ത്യജിച്ച് നന്ദി ഗ്രാമത്തിൽ തപോവൃത്തി അനുവർത്തിക്കുന്ന ഭാരതശ്രേഷ്ഠൻ ഈ കൊടും തണുപ്പിലും സരയൂ നദിയിൽ ഇറങ്ങി കുളിക്കുകയും വെറും നിലത്ത് കിടന്നുറങ്ങുകയും ചെയ്യുന്നുണ്ടാവണം. മഹാത്മാവായ ഭരതജ്യേഷ്ഠന്റെ മാതാവായ കൈകേയി അമ്മ ഇത്ര ദുഷ്ടയായി പോയല്ലോ. ശ്രീരാമൻ ലക്ഷ്മണനെ വിലക്കി, നീ ഒരിക്കലും കൈകേയി അമ്മയെ ദുഷിക്കരുത്. അതുപോട്ടെ, എന്നാണ് ഞാൻ ഭരതനെയും ശത്രുഘ്നെയും കാണുക? അതാലോചിക്കുമ്പോൾ എൻ്റെ ഹൃദയം ചഞ്ചലമാകുന്നു. ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പും കൂടാതെ ശ്രീരാമാദികളുടെ പഞ്ചവടിയിൽ പ്രശാന്തവും സമാധാനപൂർണവുമായ സ്വൈരജീവിതമാകെ തവിടം മറിയുകയായി ഒരു സ്ത്രീയുടെ അപ്രതീക്ഷിതമായ ആഗമനത്തോടെ. ബീഭത്സരൂപിണിയും വിരൂപാക്ഷിയും താമ്രകേശിനിയും ദുർവൃത്തയും ലങ്കാധിപതി രാവണഭഗ്നിയുമായ ശൂർപ്പണഖ എന്ന ഘോര രാക്ഷസിയായിരുന്നു പഞ്ചവടിയിൽ ആകസ്മികമായി പിന്നെ എത്തിയവൾ. പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തീകരണമായ ശ്രീരാമന്റെ അംഗപ്രത്യംഗ ഭംഗി കണ്ട് മയങ്ങി കാമബാധിതയായി പോയ ശൂർപ്പണഖ ചോദിച്ചു, മുനിവേഷം ധരിച്ച് ആയുധപാണിയായി ഭാര്യയും ഒന്നിച്ച് രാക്ഷസന്മാരുള്ള ഇവിടെ വരാൻ എന്താണ് കാരണം?
ശ്രീരാമൻ താൻ ആരെന്നും വനവാസം എന്തിന് അനുഷ്ഠിക്കുന്നു എന്നും ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു. ചുരുക്കമായിട്ടാണെങ്കിലും തുടർന്ന് അവളുടെ വിവരങ്ങൾ ആരായുകയും ചെയ്തു. രാക്ഷസി പറഞ്ഞു, ഞാൻ ശൂർപ്പണഖയാണ്. ഇച്ഛയ്ക്കൊത്ത രൂപം ധരിക്കുവാൻ എനിക്ക് കഴിയും. രാക്ഷസീശ്വരനായ രാവണന്റെ കനിഷ്ഠ സഹോദരിയാണ് ഞാൻ. ബലിഷ്ഠനായ കുംഭകർണൻ, ധർമ്മിഷ്ഠനായ വിഭീഷണൻ, കരുത്തന്മാരായ ഖരദൂഷണന്മാർ എന്നിവർ എന്റെ സഹോദരന്മാരാണ്. അങ്ങ് എന്റെ ഭർത്താവാകണം. അങ്ങയുടെ ഭാര്യ അങ്ങേക്ക് ചേരുകയില്ല. ഞാൻ അവളെയും അങ്ങയുടെ അനുജനെയും കൊന്നു തിന്നാം. എന്നിട്ട് അങ്ങയോടൊത്ത് ഈ വനഭൂമിയിൽ സ്വൈരമായി വിഹരിക്കാം. ശൂർപ്പണഖയുടെ മൊഴി കേട്ട് ശ്രീരാമൻ ചിരിച്ചുപോയെങ്കിലും മര്യാദ കൈവിടാതെ മയപ്പെടുത്തി പറഞ്ഞു, നിന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് സപത്നിമാരോടുള്ള ചേർച്ച സ്വീകാര്യമായിരിക്കുകയില്ല. എന്റെ അനുജനായ ലക്ഷ്മണനാണെങ്കിൽ വിഭാര്യനുമാണ്. നിനക്ക് എല്ലാവിധത്തിലും യോജിച്ച ഭർത്താവാണ് അവൻ. ശ്രീരാമനെ കിട്ടിയില്ലെങ്കിൽ ലക്ഷ്മണനായാലും കഴിച്ചുകൂട്ടാം എന്ന വിചാരത്തോടുകൂടി ശൂർപ്പണഖ പറഞ്ഞു, ലക്ഷ്മണ, അങ്ങ് എന്റെ ഭർത്താവാകണം. നമുക്കൊന്നിച്ച് ഈ ദണ്ഡകാരണ്യത്തിൽ സ്വച്ഛന്തമായി ജീവിക്കാം. ജ്യേഷ്ഠന്റെ മനോഗതി മനസ്സിലാക്കിയ ലക്ഷ്മണൻ ഉള്ളിൽ ജ്വലിച്ചു തുടങ്ങിയ കോപാഗ്നി അമർത്തി യഥാർത്ഥമായ വിചാരത്തെ പുഞ്ചിരിയിൽ പൊതിഞ്ഞുകൊണ്ട് പറഞ്ഞു, ശൂർപ്പണഖേ, എന്താണ് ഈ പറയുന്നത്? ഞാൻ ജ്യേഷ്ഠന്റെ വെറും ദാസനാണല്ലോ. ഒരു ദാസിയാവേണ്ടവളാണോ നീ? അല്ലേ അല്ല. നീ ജ്യേഷ്ഠന്റെ രണ്ടാം ഭാര്യയാവുന്നത് നന്നായിരിക്കും. ജ്യേഷ്ഠൻ വിരൂപയായ ആദ്യ ഭാര്യയെ നിനക്ക് വേണ്ടി ഉപേക്ഷിക്കുകയും ചെയ്യും. ലക്ഷ്മണൻ പറഞ്ഞത് ശരിയാണെന്ന് തെറ്റിദ്ധരിച്ച രാക്ഷസി വീണ്ടും ശ്രീരാമന്റെ അടുക്കലേക്ക് ചെന്ന് അല്പം കടുത്ത സ്വരത്തിൽ പറഞ്ഞു, ഈ സ്ത്രീയെ കരുതിയാണ് അങ്ങ് എന്നെ മാനിക്കാത്തത് അല്ലേ? ശരി, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങയുടെ കൺമുമ്പിൽ വെച്ച് അവളെ കൊന്നു തിന്നും. എന്നാൽ പിന്നെ എനിക്ക് സപത്നി ദുഃഖം ഉണ്ടാവുകയില്ലല്ലോ. അടുത്ത നിമിഷത്തിൽ ആ പരമദുഷ്ട കാലപാശം എന്ന പോലെ കൊള്ളിമീൻ രോഹിണി നക്ഷത്രത്തിന്റെ നേർക്ക എന്ന പോലെ തീ കനലിനൊപ്പം ജ്വലിക്കുന്ന വട്ടക്കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് സീതയെ സമീപിച്ചു. തൽക്ഷണം ശ്രീരാമൻ നൽകിയ നിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണൻ ചെടുതിയിൽ വാൾ വലിച്ചൂരി ഒറ്റവെട്ടിന് ശൂർപ്പണഖയുടെ മൂക്കും ചെവിയും മുഖത്തുനിന്ന് അരിഞ്ഞു നിലത്തിട്ടു. അംഗഭംഗത്തിൽ നിന്നുണ്ടായ വേദന പോരാഞ്ഞ് രാക്ഷസി മേഘനിർഘോഷത്തിനൊപ്പം അലറിക്കൊണ്ടും അരുവിയെപ്പോലെ രക്തമൊലിപ്പിച്ചുകൊണ്ടും ഇരു കൈകളും ഉയർത്തി കുടഞ്ഞുകൊണ്ടും ശ്രീരാമസന്നിധിയിൽ നിന്ന് പാഞ്ഞുപോയി വൻ കാട്ടിനുള്ളിൽ മറഞ്ഞു. ജനസ്ഥാനം ആസ്ഥാനമാക്കി രാക്ഷസവീരന്മാരുടെ മധ്യത്തിലിരിക്കുന്ന കരാളനായ ഖരന്റെ മുമ്പിൽ ചെന്ന് ശൂർപ്പണഖ അലമുറയിട്ടുകൊണ്ട് തറയിൽ വീണു. ആകാശത്തിൽ നിന്ന് ഇടിവാൾ എന്ന പോലെ താഴെ വീണു കിടന്നു അവൾ. വിരൂപയായി ചോരയൊലിപ്പിച്ച് ദീനരോധനം ചെയ്യുന്ന സഹോദരിയെ കണ്ട് അത്യന്തം വ്യാകുല ചിത്തനും സന്താപഗ്രസ്തനുമായി തീർന്ന ഖരൻ ചോദിച്ചു, ശൂർപ്പണഖേ, നിനക്ക് ഇമാതിരി വൈരൂപ്യം വരുത്തിയത് ഏതൊരുവനാണ്? കൃഷ്ണസർപ്പത്തെ വിരൽ തുമ്പുകൊണ്ട് കുത്താൻ ധൈര്യപ്പെട്ടത് ഏതൊരുവനാണ്? കാലപാശമെടുത്ത് കഴുത്തിലിടാൻ തുനിഞ്ഞ അവിവേകി ഏതൊരുവനാണ്? ഗന്ധർവനോ ദേവനോ ഋഷിയോ? പറയൂ, ഞാൻ ഇപ്പോൾ തന്നെ ഭസ്മമാക്കും. ഏങ്ങി കരഞ്ഞുകൊണ്ടും കുടുകുട കണ്ണീർ ചൊരിഞ്ഞുകൊണ്ടും ശൂർപ്പണഖ പറഞ്ഞു, സഹോദര, മനുഷ്യരായ രണ്ടുപേർ, രാമനെന്നും ലക്ഷ്മണനെന്നും പേരുള്ളവർ ഇപ്പോൾ പഞ്ചവടിയിൽ പാർത്തുവരുന്നു. രാമന്റെ ഭാര്യയായ സീതയും അവരോട് ഒന്നിച്ചുണ്ട്. അവൾ കാരണം ആ പുരുഷന്മാർ എന്നെ ഈ വിധത്തിലാക്കി. ജ്യേഷ്ഠൻ 3 പേരെയും കൊല്ലണം. എനിക്ക് അവരുടെ രക്തം കുടിച്ചേ കഴിയൂ. സഹോദരിയുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിനായി ഖരൻ നിയോഗിച്ച 14 ഘോര രാക്ഷസന്മാരും അവർക്ക് വഴി കാണിച്ചുകൊണ്ട് ശൂർപ്പണഖയും ജനസ്ഥാനത്തിൽ നിന്ന് പുറപ്പെട്ട് കഴിയുന്നത്ര വേഗത്തിൽ പഞ്ചവടിയിൽ ചെന്ന് ശ്രീരാമലക്ഷ്മണന്മാരുടെ സവിധത്തിലെത്തി. സീതയെ രക്ഷിച്ചു നിൽക്കുവാൻ ലക്ഷ്മണനോട് നിർദ്ദേശിച്ചിട്ട് ശ്രീരാമൻ വൈഷ്ണവചാപം കുലച്ച് അമ്പു തൊടുത്ത് അക്രമികളായ രാക്ഷസന്മാരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വന്ന വഴിയെ പോയിക്കൊള്ളവൻ. രാക്ഷസന്മാരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, എടോ മനുഷ്യ, ഞങ്ങളുടെ ആയുധങ്ങളിൽ നിന്റെ ശരീരവും വീര്യവും ഇപ്പോൾ കോർത്തുവെക്കും. നിന്റെ കയ്യിലെ വില്ലിനോട് ഒന്നിച്ച് നിന്റെ ജീവനെയും ഞങ്ങൾ തെറിപ്പിക്കും. തുടർന്ന് അവർ ഉള്ളം നെടുക്കുന്ന ശൂലങ്ങൾ ശ്രീരാമനെ ലാക്കാക്കി പ്രയോഗിച്ചു. പക്ഷേ ആ ശൂലങ്ങളെ ശ്രീരാമസായകങ്ങൾ ശകലിതങ്ങളാക്കി എന്ന് മാത്രമല്ല, അവയുടെ എല്ലാ പ്രയോക്താക്കളെയും അസ്തപ്രാണന്മാരാക്കി നിലത്ത് വീഴ്ത്തുകയും ചെയ്തു. ശൂർപ്പണഖ രണ്ടാമതും ഖരന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് ഇപ്രാവശ്യം സന്താപത്തോടൊന്നിച്ച് രോഷത്തോടുകൂടി സംസാരിച്ചു. സഹോദര, അങ്ങയച്ച 14 പേരെയും രാമൻ കൊലപ്പെടുത്തി. അങ്ങേക്ക് ധൈര്യവും ബലവും ഉണ്ടെങ്കിൽ അങ്ങ് രാമനെ ഇല്ലായ്മ ചെയ്യണം. അല്ലെങ്കിൽ അങ്ങ് എന്റെ ശത്രുവായിരിക്കും. ശൂരനാണ് എന്ന് അഭിമാനിക്കുന്നത് വെറും പൊള്ളത്തരം. രാമനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനസ്ഥാനം ഉപേക്ഷിച്ച് ഓടിക്കളയുന്നതാണ് നന്ന്. ശൂർപ്പണഖയുടെ വാക്കുകൾ കുറിക്കുകൊണ്ടുവെന്ന് ഖരന്റെ പ്രതികരണം വ്യക്തമാക്കി. രാമന്റെ ജീവിതം അവസാനിച്ചു എന്ന് തന്നെ കരുതിക്കോളൂ. എന്റെ കൈക്കരുത്തിന് ഞാൻ ഇപ്പോൾ തെളിയിക്കാം. അവന്റെ ജീവരക്തം നിനക്ക് കുടിച്ച് തൃപ്തിപ്പെടാം. ദൂഷണൻ, ത്രിശിരസ് മുതലായ അമിത പരാക്രമികളാലും സമരചതുരന്മാരായ 14,000
രാക്ഷസ ഭടന്മാരാലും അനുഗതനായി ഖരൻ തേരിലേറി ജനസ്ഥാനത്തിൽ നിന്ന് പുറപ്പാടായി. മാർഗമധ്യേ പല ദുശ്ശകുനങ്ങളും കാണപ്പെട്ടുവെങ്കിലും ആ സാഹസികൻ അവയെ അവഗണിച്ചുകൊണ്ട് കൂട്ടാളികളോട് പറഞ്ഞു, ഈ ദുശ്ശകുനങ്ങൾ കണ്ട് പേടിക്കുന്നവനൊന്നുമല്ല ഞാൻ. എന്നെപ്പോലെ ബലവാനും വീരനും എന്തിന് ദുശ്ശകുനങ്ങളെ കാര്യമായി എടുക്കണം? ഞാൻ ഇന്നേ വരെ ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. മനുഷ്യപ്പുഴുവിനോടുള്ള യുദ്ധത്തിലും വ്യത്യാസമല്ല. ആർത്തിരമ്പി ഓടിയെടുക്കുന്ന രാക്ഷസ സൈന്യത്തെ കണ്ട് ശ്രീരാമൻ സീതയെ ഒരു ഗുഹയിലാക്കി കാത്തു നിൽക്കുവാൻ ലക്ഷ്മണനോട് ആജ്ഞാപിച്ചിട്ട് യുദ്ധസന്നദ്ധനായി നിലകൊണ്ടു. പർവ്വത ശിഖരത്തിൽ പേമാരി എന്ന പോലെ തന്റെ നേർക്ക് പായുന്ന ശത്രു വിശിഖങ്ങളെ ശ്രീരാമൻ അതിപ്രഗത്ഭമായ രീതിയിൽ ദിവ്യാസ്ത്ര പ്രയോഗം കൊണ്ട് തടുത്തു നിർത്തി. മാത്രമല്ല, എതിരാളികളുടെ ശവശരീരങ്ങളെ കൊണ്ട് പരിസരങ്ങൾ നിറയ്ക്കുകയും ചെയ്തു. ദൂഷണനും ത്രിശിരസും മറ്റനേകം രാക്ഷസന്മാരും ശ്രീരാമശരങ്ങളേറ്റ് യുദ്ധഭൂമിയിൽ നിന്ന് കാലപുരിയിലേക്ക് ത്വരിതഗമനം ചെയ്തു. അത് കണ്ട് കോപതാപാന്ധനായി തീർന്ന ഖരൻ അവസാനമായുള്ള ദ്വന്ദ്വയുദ്ധം ചെയ്യുന്നതിനായി ശ്രീരാമന്റെ അടുക്കിലേക്ക് ഓടിയെത്തി. ഈയാമ്പാറ്റ് അഗ്നികുണ്ഡത്തിലേക്ക് എന്ന പോലെ അവൻ പൊരുതിയെങ്കിലും, അവൻ വീര്യത്തോടും ചാതുര്യത്തോടും പോരാടിയെങ്കിലും ശ്രീരാമന്റെ കയ്യിൽ നിന്നും മരണം വരിക്കുക തന്നെ ചെയ്തു. 14,000 സ്വജനങ്ങളുടെ ജീവനാശത്തിന് ദൃക്സാക്ഷികളായ അകമ്പനനും ശൂർപ്പണഖയും രണഭൂമിയിൽ നിന്ന് ലങ്കാധിപതിയായ രാവണനോട് വിവരം പറയാൻ ഉഴറിയെങ്കിലും ആദ്യം എത്തിച്ചേർന്നത് അകമ്പനനായിരുന്നു. ഇനി രാവണ സന്നിധിയിൽ അവരെങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാം. രാവണന്റെ പ്രതികരണവും കാണാം. അത് അടുത്ത ദിവസം.